ഒരുപക്ഷെ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 27 മിനിറ്റും 16 സെക്കൻഡുമായി. 11 മണിക്കാണ് ഒരുപക്ഷെ 10:30 തന്നെ പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഒരുപാട് സാങ്കേതിക സാധ്യതകൾ കണ്ടുവരും. ഒരു അരമണിക്കൂറിലധികം ദൈർഘ്യത്തിൽ, ഏതാണ്ട് 25 മിനിറ്റിലധികം ദൈർഘ്യത്തിൽ അദ്ദേഹം ഇതൊക്കെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN 10:35 മുതലാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം നടന്ന് കാണുന്നത്. ആ പദ്ധതി പ്രദേശമാകെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ നീക്കങ്ങൾ, അവിടുത്തെ ജോലികളൊക്കെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കാണാം. 10:35 മുതലാണ്. 11:05 അതിനുശേഷമാണ് അദ്ദേഹം 11:05 മുതലാണ് മുഖ്യമന്ത്രിയുടെ ചെറിയ ഹ്രസ്വമായ പ്രസംഗം. അതിനുശേഷം പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ പ്രധാനമന്ത്രിയുടെ ഏതാണ്ട് 45 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗം ഉണ്ടാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി കണ്ടതിന് ശേഷമാണ് ഔദ്യോഗിക ചടങ്ങ്. വേദിയിലേക്ക് അദ്ദേഹം 11 മണിയോടെ എത്തുന്നത്. അത് കഴിഞ്ഞാലാണ് ചടങ്ങുകൾ തുടങ്ങുക. അദ്ദേഹം ഇപ്പോൾ വിഴിഞ്ഞത്ത് ഹെലിപ്പാഡിൽ എത്തിയിട്ടുണ്ട്, അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഉള്ള ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. പദ്ധതി പ്രദേശമാകെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവിടെയുള്ള മറ്റു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ, തുറമുഖ അധികൃതരൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു വന്നത് ഈ പദ്ധതി കേരളത്തിൻ്റെ വികസന ചക്രവാളത്തിൽ എന്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ട് എന്ന് തോന്നുന്നില്ല. പദ്ധതിയെപ്പറ്റി ഇതിനോടകം തന്നെ വളരെ വിശദമായ ചർച്ചകൾ കേരളത്തിൽ നടന്നു. എങ്ങനെയാണ് ഈ വലിയ പദ്ധതി അത് കേരളത്തിൻ്റെ മുഴുവൻ വികസനത്തിനും നെടുനായകത്വം വഹിക്കാൻ പോകുന്നത്, ഇന്ത്യയുടെ വികസനത്തിൽ ഇന്ത്യക്ക് കേരളം നൽകുന്ന ഒരു വലിയ സംഭാവനയാണ്, ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി. ഇത്രയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ള ഒരു പോർട്ട് ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം മാത്രമായിരിക്കും. മദർഷിപ്പുകൾ അടുക്കാവുന്ന ഇന്ത്യയിലെ ഏക മദർ പോർട്ടാണിത്. പലകുറി നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനൊരു കോഡ്, ഒരു ലൊക്കേഷൻ കോഡ് ഉണ്ട്. ആ ലൊക്കേഷൻ കോഡ് INTRV 01 INTRV 01 എന്ന ലൊക്കേഷൻ കോഡിലാണ് ഈ ആഗോള മാരിടൈം മാപ്പിൽ വിഴിഞ്ഞം അടയാളപ്പെടുത്തുന്നത്. INTRV 01 എന്ന ലൊക്കേഷൻ കോഡിലാണ്. രാജ്യാന്തര കപ്പൽ പാതയുടെ 10 നോട്ടിക്കൽ മൈൽ അകലെ എന്നത് മറ്റൊരു പ്രത്യേകതയാണ് വിഴിഞ്ഞത്തിന്. അത് വിഴിഞ്ഞത്തിന് കിട്ടുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ ഒന്നാണ്. ഈ 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് രാജ്യാന്തര കപ്പൽ ചാലുള്ളത്, കപ്പൽ പാതയുള്ളത്. 2015 അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പുവയ്ക്കുന്നു. ഡിസംബർ 2015 നിർമ്മാണം തുടങ്ങുന്നു. അതിൻ്റെ ബർത്തിൻ്റെ നീളം 800 മീറ്ററാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പുലിമുട്ടിൻ്റെ നീളം 2.95 കിലോമീറ്റർ. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന സാങ്കേതിക സംഗതികളൊക്കെ വിഴിഞ്ഞത്തിന് നമ്മൾ മനുഷ്യർ സംഭാവന ചെയ്തതിനപ്പുറത്തേക്ക് ഇത് പ്രകൃതിദത്തമായ ഒരു പോർട്ട്, അതുതന്നെയാണ് അതിനെ ശ്രദ്ധേയമാക്കുന്നത്. കൈകാര്യം ചെയ്യാനുള്ള പ്രതിവർഷ ശേഷി ഇപ്പോഴത്തെ കണക്ക് വെച്ചാൽ 10 ലക്ഷം TEU ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ മുഴുവൻ ശേഷിയിലേക്ക് എത്തുമ്പോഴേക്കും അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടാകും. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മദർ പോർട്ടായി മാറുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഏതാണ്ട് 1.5 കോടി ടൺ ചരക്ക് ഓരോ വർഷവും ഇപ്പോഴത്തെ നിലയിൽ വിഴിഞ്ഞത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. 8 സെമി ഓട്ടോമേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ്. അതായത് ഷിപ്പിൽ നിന്ന് ഷോറിലേക്ക് ചരക്കുകൾ ഇറക്കി വയ്ക്കാൻ കഴിയുന്ന 8 സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 24 പൂർണ്ണ ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകൾ, യാർഡിലെ ഈ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന 24 പൂർണ്ണ ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകൾ അവിടെയുണ്ട്. 4 ടഗ് ബോട്ടുകൾ, ഷിപ്പുകളെ വലിച്ചുകൊണ്ട് വരുന്ന 4 വലിയ ടഗ് ബോട്ടുകളാണ് അവിടെയുള്ളത്. കഴിഞ്ഞ 2024 ജൂലൈ 11 സാൻ ഫെർണാണ്ടോ എന്ന ആദ്യത്തെ വാണിജ്യ കപ്പൽ അവിടെ എത്തുന്നു. അന്നു മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ ഇത് പരിശോധിച്ചു വന്നാൽ അറിയാം. പിന്നീട് ഒരു ചരിത്രത്തിലേക്കായിരുന്നു വിഴിഞ്ഞം പോയത്. വളരെ വേഗത്തിൽ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ കണ്ടെയ്നർ ഷിപ്പുകളുടെയും ചരക്ക് കപ്പലുകളുടെയും യാത്രാ പദ്ധതിയിൽ വിഴിഞ്ഞം ഇടം പിടിക്കുന്നതാണ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടത്. അതുകൊണ്ട് വിഴിഞ്ഞം എന്നത് എത്ര പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചും എന്നത് കഴിഞ്ഞ 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. SK